നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തന്റെ ഐഡി ഫേസ്ബുക്കിൽ പങ്കുവെച്ച് AICC വക്താവ് ഷമ മുഹമ്മദ്. കുറച്ചു ദിവസമായി സുധാകരനും ഷമ മുഹമ്മദും നേരിട്ട് ഏറ്റുമുട്ടിയില്ല. പാർട്ടിയുടെ ആരുമല്ല ഷമ എന്ന KPCC അധ്യക്ഷൻ K സുധാകരന്റെ വാക്കുകൾ ചർച്ചയാകുന്നതിനിടെയാണ് ഈ ഒരു സംഭവം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലുള്ള വക്താക്കളുടെ പട്ടികയിൽ തന്റെ ചിത്രം സഹിതമുള്ള വിവരമാണ് ഷമ പങ്കുവച്ചത്. AICC വക്താവിനെ KPCC അധ്യക്ഷന് അറിയില്ലേ എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയരുന്ന ചോദ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടികയിൽ കോൺഗ്രസ് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നില്ലെന്ന ഷമയുടെ വിമർശനത്തിനെതിരെയാണ് സുധാകരൻ നേരത്തെ രംഗത്ത് വന്നത്. ഷമ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ലെന്നാണ് K സുധാകരൻ പറഞ്ഞത്. വിമർശനമൊക്കെ അവരോട് ചോദിച്ചാൽ മതി, അവരൊന്നും പാർട്ടിയുടെ ആരുമല്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഷമ രംഗത്തെത്തിയത് പാർട്ടിയെ ആകെ ഞെട്ടിച്ചിരുന്നു. രാഹുൽ ഗാന്ധി എപ്പോഴും സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ്. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകളെ അവഗണിച്ചു. സമരയുടെ സീറ്റ് ഇല്ലായിരുന്നെങ്കിൽ രമ്യ ഹരിദാസിനെയും തഴഞ്ഞേനെ. പാർട്ടി പരിപാടികളുടെ സ്റ്റേജിൽ പോലും സ്ത്രീകളെ ഇരുത്തുന്നില്ല. തോൽക്കുന്ന സീറ്റാണ് എപ്പോഴും സ്ത്രീകൾക്ക് നൽകുന്നത്. വടകരയിൽ എന്നെ പരിഗണിക്കാമായിരുന്നു. മലബാറിലും ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർ ഉണ്ടായിരുന്നു. വടകരയിൽ ഷാഫിയെ കൊണ്ടുവന്നാൽ പാലക്കാട് പരിക്ക് പറ്റും. ഇതായിരുന്നു ഷമയുടെ വാക്കുകൾ. അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് AICC വക്താവ് ഷമ മുഹമ്മദ് നടത്തിയ വിമർശനത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ വന്നിരുന്നു. ഷമ ഒരു പാവം കുട്ടിയാണെന്നും ആവശ്യമായ വനിതാ പ്രാതിനിധ്യം കൊടുക്കാൻ സാധിച്ചില്ലെന്ന വിമർശനം ശരിയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിൽ വിഷമമുണ്ടെന്നും കൂട്ടിച്ചേർത്തു. ഷമ പറഞ്ഞത് വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തില്ലെന്നാണ്. അത് ശരിയാണ്. ആവശ്യമായ പ്രാതിനിധ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് അതിൽ വിഷമമുണ്ട്. പക്ഷേ പ്രായോഗികമായ സിറ്റിംഗ് MPമാർ മത്സരിച്ചു വന്ന സമയത്ത് അത് കൊടുക്കാൻ പറ്റിയില്ല. ആദ്യത്തെ രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ ഞങ്ങൾ വനിതയ്ക്കല്ലേ കൊടുത്തതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇനിയൊരു അവസരം വരുമ്പോൾ അത് പരിഗണിക്കുമെന്നും നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് കൂടി കുറ്റബോധമുള്ള കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവർ പാർട്ടിയുമായി പൂർണ്ണമായും സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഒരു പാവം കുട്ടിയാണത്. കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ കേരളത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. നേരത്തെ KPCC പ്രസിഡന്റ് K സുധാകരൻ ഷമയുടെ വിമർശനം തള്ളിയിരുന്നു. അവരൊന്നും പാർട്ടിയുടെ ആരുമല്ലെന്നാണ് സുധാകരൻ പറഞ്ഞത്. പിന്നാലെയാണ് വിഷയത്തിൽ സതീശന്റെ പ്രതികരണം. സ്ഥാനാർത്ഥി നിർണയത്തിൽ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ പാലിച്ചില്ലെന്നാണ് ഷമ മുഹമ്മദ് കഴിഞ്ഞ ദിവസം വിമർശിച്ചത്. കേരളത്തിൽ 51% സ്ത്രീകളാണ്. മറ്റു പാർട്ടികളിൽ സ്ത്രീ സ്ഥാനാർത്ഥികൾ അധികമുണ്ട്. കോൺഗ്രസിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും ഷമ ചോദിച്ചു. കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി മാത്രമാണുള്ളത്. ആലത്തൂരിൽ മത്സരിക്കുന്ന രമ്യ ഹരിദാസ് മാത്രമാണ് കോൺഗ്രസിൽ നിന്നുള്ള വനിതാ സ്ഥാനാർത്ഥിയെന്നും ഷമ മുഹമ്മദ് ആഞ്ഞടിച്ചിട്ടുണ്ട്.